തുടങ്ങി സ്റ്റാർട്ടായി ഒരു 10 മിനിറ്റ് ആയപ്പോൾ ആ ഒരു ഫാമിലി എണീറ്റ് പോയി. അത് ഞാൻ പ്രത്യേകിച്ച് അത് ഏത് മതമാണെന്നൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. നിങ്ങൾ ആ ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ അല്ലേ? ജയ് ഗണേഷ് എന്ന സിനിമ കണ്ടിട്ട് ഇറങ്ങിയ ഒരു സ്ത്രീ ഈ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞ ചില കാര്യമാണ്. ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് കാണിച്ചു തരാം. ഇതുപോലത്തെ ചില ദുഷ്ടിച്ച മനസ്സുള്ള ആൾക്കാർ, അതായത് സിനിമ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ആ സിനിമയെ സിനിമയുടെ രീതിക്ക് വിട്ടുകൊടുക്കുക, അല്ലാതെ സിനിമയിലേക്ക് മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ കലർത്തി കൊണ്ടുവന്നിട്ട് അതിനെ വികൃതമാക്കി. സ്ത്രീയുടെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് പോവാം. തുടങ്ങി സ്റ്റാർട്ടായി ഒരു 10 മിനിറ്റ് ആയപ്പോൾ ആ ഒരു ഫാമിലി എണീറ്റ് പോയി. അത് ഞാൻ പ്രത്യേകിച്ച് അത് ഏത് മതമാണെന്നൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. 2-3 പേര് എണീറ്റ് പോയി എന്ന് വെച്ചാൽ ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ വേണ്ടിയാണ്. അതെനിക്കത് മനസ്സിലായി. അതൊരു ഭക്തിയുടെ ബേസിലാണ് അത് അവർ എണീറ്റ് പോയത്. മാളികപ്പുറം എന്ന സിനിമ നെഗറ്റീവ്സ് അടിച്ചിട്ട് പോലും ആ സിനിമ പോസിറ്റീവ് ആയെങ്കിൽ, അല്ലെങ്കിൽ പ്രേക്ഷകർ അത് കണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമ ആൾക്കാർ കാണാതിരിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിൽ